നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ എണ്ണക്കിണറുകൾ തകർന്ന് തരിപ്പണമാകും. ആ കേന്ദ്രങ്ങളെ തീ വിഴുങ്ങും. ടെഹ്റാന് മുകളിലൂടെ അമേരിക്കൻ പോർ വിമാനങ്ങൾ ചീറിപ്പായും. തടുക്കാൻ പോലും ഇറാന് കഴിയില്ല. അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേർക്ക് ചെറുവിരൽ അനക്കാനാണ് ഇനിയും ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ തല പിളരുന്ന അടിയായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. ഞങ്ങൾ ഉപരോധങ്ങൾ കൊണ്ട് വീണ്ടും വരിഞ്ഞു മുറുക്കും. നിങ്ങളുടെ എണ്ണക്കിണറുകൾ, എണ്ണ സമ്പത്ത്, അതിന്റെ നട്ടെല്ല് തകർക്കും. ബങ്കർ ബസ്റ്റർ ബോംബുകൾ IRGC ഭയക്കുന്ന കാലനാണ്. ആ ബോംബുകളുമായി പോർ വിമാനങ്ങൾ ടെഹ്റാന് മുകളിലൂടെ ഇരച്ചു കയറി തീ തുപ്പും. IRGCയെ മുച്ചൂട് ഞങ്ങൾ കത്തിക്കും. എണ്ണക്കിണറുകളിൽ നിങ്ങൾ എത്രയൊക്കെ സുരക്ഷ ഉറപ്പാക്കിയാലും ആ കോട്ടകൾക്ക് മുകളിൽ ഞങ്ങൾ തീയിട്ടേ മടങ്ങൂ. ഇനിയും ആണവ കരാറിൽ നിന്ന് ഒളിച്ചോടാനാണ് ഇറാന്റെ ശ്രമമെങ്കിൽ കണ്ടു നിൽക്കാനും ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറാകാത്ത വിധം സമാധാനം എന്നുള്ളത് ഞാൻ പാടെ മാറ്റിവെച്ചുകൊണ്ട് ഘോര യുദ്ധം തന്നെ പ്രഖ്യാപിക്കും. ഇറാന് നേർക്ക് വൻ പ്രഖ്യാപനങ്ങൾ, അന്ത്യശാസനം കൊടുത്തുകൊണ്ട് ട്രംപ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതോടെ അപകടം മണത്തു കഴിഞ്ഞു ഇറാൻ. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയം അവരെ വേട്ടയാടുന്നു. എണ്ണക്കിണറുകൾ ആക്രമിക്കപ്പെടും എന്ന് ട്രംപ് പറഞ്ഞതും ഇറാന്റെ ചങ്കാളി കത്തുകയാണ്. കാരണം അവരുടെ സാമ്പത്തിക സ്രോതസ്സാണ്, സാമ്പത്തിക കേന്ദ്രമാണ് എണ്ണക്കിണറുകൾ. അത് തകർന്ന് തരിപ്പണമായാൽ പിന്നെ ഇറാന് നിലനിൽപ്പില്ല. പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് ഇറാൻ തകർക്കപ്പെട്ടു പോകും. സാമ്പത്തികമായി ഇറാനെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനമാണ് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങൾ അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതോടെ അമേരിക്കയ്ക്ക് നേരെ ഇപ്പോൾ കലിതുള്ളുകയാണ് IRGC. എണ്ണ ഉൽപാദന സൗകര്യങ്ങൾ തകർത്താൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ സഗാബ് എസ്ഫഹാനിയുടെ മുന്നറിയിപ്പ്. എണ്ണക്കിണറുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് US ഉപരോധം മൂലം നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിലെ സമാനമായ സൗകര്യങ്ങളിൽ 4 ഇരട്ടി നാശനഷ്ടങ്ങൾ വരുത്തുമെന്നും ഇസ്മായിൽ എക്സിൽ കുറിച്ചു. അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് വീണ്ടും ഇറാൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത്തവണ അറബ് രാജ്യങ്ങളിലെ ജനവാസ മേഖലകൾക്ക് നേരെയല്ല ആക്രമണം നടത്തുക. ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ എണ്ണക്കിണറുകൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അതായത് ഞങ്ങളെ ഏത് രീതിയിലാണോ നിങ്ങൾ ആക്രമിക്കുന്നത്, ഞങ്ങളുടെ ഏത് കേന്ദ്രങ്ങൾക്ക് നേരെയാണോ നിങ്ങൾ ആക്രമണം നടത്തുന്നത്, അതേ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ അറബ് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ തീ തുപ്പുമെന്നാണ് ഇറാൻ തിരിച്ചു വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇരുകൂട്ടരും വീണ്ടും വാക്പോരിലേക്ക് കടക്കുമ്പോൾ ഇതൊരു ഘോര യുദ്ധത്തിലേക്ക് മാറുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു സമാധാന കരാറിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുന്നില്ല. നിങ്ങൾ അടിച്ചാൽ ഞങ്ങൾ കയറി അടിക്കും എന്നുള്ള നിലപാടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോര് ഘടിപ്പിക്കുന്നത്. ഇറാന്റെ കണക്കുകൾ വ്യത്യസ്തമാണെന്നും ഒരെണ്ണക്കിണറിന് പകരം 4 എണ്ണക്കിണറുകൾ എന്നതാണ് ഞങ്ങളുടെ രീതിയെന്ന് ഇപ്പോൾ IRGC വെല്ലുവിളിച്ചു. അതേസമയം ഇറാനിയൻ തുറമുഖങ്ങളിൽ US ഉപരോധം അതിശക്തമായി തുടരുകയാണ്. 38 കപ്പലുകളെ അമേരിക്കൻ സേന തിരിച്ചയച്ചിട്ടുണ്ട്. 38 കപ്പലുകളോട് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ തുറമുഖത്തേക്ക് മടങ്ങാനോ അമേരിക്കൻ സേന നിർദ്ദേശം നൽകിയെന്ന് സെൻട്രൽ കമാൻഡ് എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു. ഇതോടുകൂടിയാണ്, അതായത് ഹോർമുസിൽ ഉപരോധം കടുപ്പിച്ചുകൊണ്ട് ഇറാനെ സമാധാന കരാറിലേക്ക്, ആണവ കരാറിലേക്ക് എത്തിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്നിനും വഴങ്ങാതെ ഇറാൻ കടുംപിടുത്തം കാണിക്കുമ്പോൾ അവരുടെ എണ്ണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുക്കുന്നു. എന്നാൽ ഞങ്ങൾ അറബ് രാജ്യങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുമെന്ന് ഇറാനും തിരിച്ചടിക്കുന്നു. ഇതോടുകൂടി ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഭയപ്പാടിലാണ്. അവർ അവരുടെ എണ്ണ കേന്ദ്രങ്ങളും ശുദ്ധീകരണ പ്ലാന്റുകളും എണ്ണക്കിണറുകളും സംരക്ഷിക്കുന്നതിനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് അറബ് രാജ്യങ്ങൾ അവരുടെ അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എണ്ണക്കിണറുകളിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 മാസമായി തുടരുന്ന US ഇറാൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ട് നിർണായക നീക്കങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാമെന്നും യുദ്ധം അവസാനിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന പുതിയ സമാധാന കരാർ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്.
പാകിസ്ഥാനെ മധ്യസ്ഥനാക്കിയാണ് ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൌസിൽ എത്തിച്ചത്. ആഗോള എണ്ണ വിപണിയെയും ഊർജ്ജ വിതരണത്തെയും നേരിട്ട് ബാധിച്ച ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന വാഗ്ദാനം. പകരം ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നാവിക ഉപരോധം പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടാനോ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ച് യുദ്ധത്തിന് പൂർണ്ണ വിരാമം കുറിക്കാനോ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്നാൽ ഏറ്റവും തർക്കവിഷയമായ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നും സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം മറ്റൊരു ഘട്ടത്തിൽ അവ പരിഗണിച്ചാൽ മതിയെന്നുമാണ് ഇറാന്റെ പുതിയ നയം എന്നാണ് ഡൊണാൾഡ് ട്രംപ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനത്തെ പ്രസ്താവനകൾ നടത്തിയപ്പോഴും ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും ഇറാൻ നൽകിയിട്ടില്ല. പകരം IRGC പറയുന്നത് ആ പൊട്ടൻ ട്രംപ് എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുകയാണ്. ഇറാന്റെ ഈ വിഷയത്തിലുള്ള തീരുമാനം എന്താണ് എന്നുള്ളത് ഞങ്ങൾ അത് പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കും. ഇപ്പോൾ യുദ്ധവുമായി മുൻപോട്ട് പോകാനാണ് നീക്കം നടത്തുന്നത് എന്ന് IRGC വാശി പിടിക്കുന്നു. എന്നാൽ അമേരിക്കൻ ഭരണകൂടം, അതായത് പ്രത്യേകിച്ച് വൈറ്റ് ഹൌസിൽ നിന്ന് ഇറാൻ ഭരണകൂടത്തോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അബ്ബാസ് അരാഗ്ചിയോടും മസൂദ് പെസഷ്കിയാനോടും നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് അമേരിക്ക ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു കരാറിലേക്ക് എത്താൻ തയ്യാറാണ്. എന്നാൽ IRGC അതിനൊരുക്കമല്ല. സമാധാനമല്ല, യുദ്ധമാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ നേതാക്കളെ കൊന്നൊടുക്കിയതിനുള്ള മറുപടി അത് 4 ഇരട്ടിയായി അല്ലെങ്കിൽ 10 ഇരട്ടിയായി തിരിച്ചു നൽകിയിട്ടേ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നുള്ളൂ. തുടങ്ങിയത് നിങ്ങളായിരിക്കും, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് IRGC വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു കരാറിന് മാത്രമേ താൻ അംഗീകാരം നൽകൂ എന്ന് ട്രംപ് പറയുന്നു. സമാധാന ചർച്ചകൾക്കായി പ്രത്യേക ദൂതന്മാരെ അയക്കുന്നതിന് പകരം ഇറാൻ തങ്ങളെ നേരിട്ട് ബന്ധപ്പെടട്ടെ എന്ന നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത്. ഇറാന് സംസാരിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ നേരിട്ട് വിളിക്കാം. അമേരിക്കയുടെ കൈവശമാണ് എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത്. ഇറാന് ആണവായുധം നിർമ്മിക്കാൻ ഒരിക്കലും അനുവാദം നൽകില്ല എന്ന് വൈറ്റ് ഹൌസ് വക്താവ് ഒലിവിയ വെയിൽസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. കരാർ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ്. ആണവ പദ്ധതിക്ക് പുറമെ ഹോർമുസ് കടലിടുക്കിലെ പുതിയ നിയമപരമായ ചട്ടക്കൂട്, യുദ്ധനഷ്ടപരിഹാരം, സൈനിക നടപടികളിൽ നിന്നുള്ള സംരക്ഷണം, അമേരിക്കയുടെ സമുദ്ര നിയന്ത്രണങ്ങൾ നീക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ഊന്നൽ നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായെങ്കിലും അത് മതിയാകില്ല എന്ന് ട്രംപ് വാദിക്കുന്നു. ചർച്ചകൾക്കായി 18 മണിക്കൂർ വിമാനയാത്ര നടത്തുന്നതിൽ അർത്ഥമില്ല. യുദ്ധത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും അമേരിക്കയുടെ കൈകളിലാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം. എന്നാൽ വെറുതെ സംസാരിച്ചിരിക്കാൻ ഇനി ദീർഘദൂര യാത്രകൾക്ക് എന്റെ ആളുകളെ അയക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവി ജനറൽ അസിം മുനീർ എന്നിവരുമായി ഇസ്ലാമാബാദിൽ ചർച്ച നടത്തിയ ശേഷം അരാഗ്ചി റഷ്യയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സമാധാന ശ്രമങ്ങളിൽ റഷ്യയുടെ ഇടപെടലും ഇറാൻ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാനിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ പ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ച ആദ്യഘട്ട ചർച്ചകളും ഫലം കാണാതെ പിരിഞ്ഞിരുന്നു. ഭീഷണികൾക്കോ ഉപരോധങ്ങൾക്കോ വഴങ്ങി ചർച്ചയ്ക്കില്ല എന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയത്. സമാധാനപരമായ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സമുദ്ര നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ഇറാന്റെ വാഗ്ദാനം ലോകരാഷ്ട്രങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എങ്കിലും ആണവ ചർച്ചകൾ മാറ്റിവെക്കണമെന്ന ഇറാന്റെ നിർദ്ദേശം അമേരിക്ക സ്വീകരിക്കുമോ എന്നതാണ് സമാധാന ചർച്ചകളുടെ ഭാവി നിശ്ചയിക്കുക. US-ഉം ഇസ്രയേലും ചേർന്ന് നിയമവിരുദ്ധമായി യുദ്ധം തുടരുകയാണെന്നും അതിന്റെ ഗുരുതരമായ മനുഷ്യാവകാശ പ്രത്യാഘാതങ്ങൾ ഇറാൻ അനുഭവിക്കുകയാണെന്നും അബ്ബാസ് അരാഗ്ചി തുറന്നടിച്ചു. ഇറാൻ, ചൈന, ക്യൂബ എന്നിവർ ചേർന്ന് വിളിച്ചു ചേർത്ത ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ വെർച്വലായി സംസാരിച്ചപ്പോഴായിരുന്നു അബ്ബാസ് അരാഗ്ചി ഇത് പറഞ്ഞത്. തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലെ പെൺകുട്ടികളുടെ സ്കൂളായ ഷാജറെ തയ്യബയിൽ നടന്ന ആക്രമണം ഈ യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണെന്ന് അരാഗ്ചി പറഞ്ഞു. 175-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും കൊല്ലപ്പെട്ട ഈ സംഭവം യുദ്ധക്കുറ്റവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണെന്നും അരാഗ്ചി ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ ഉടൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അരാഗ്ചി ആവശ്യപ്പെട്ടു. അമേരിക്കയുമായി ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഫെബ്രുവരി 28-നാണ്
ആക്രമണം തുടങ്ങുന്നത്. ഇത് നയതന്ത്രങ്ങളെ വീണ്ടും തകർത്തു. കഴിഞ്ഞ 9 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് നയതന്ത്ര ശ്രമങ്ങൾ ഇങ്ങനെ വിഫലമാകുന്നത്. ഉയർന്ന കൃത്യതയുള്ള സാങ്കേതിക വിദ്യയും സൈനിക സംവിധാനങ്ങളും കൈവശമുണ്ടെന്ന് അവകാശപ്പെടുന്ന US-ഉം ഇസ്രയേലും സ്കൂളുകൾ പോലുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് യാദൃശ്ചികമല്ല, അത് ആസൂത്രിതമായ നടപടിയാണ്. ഈ തരത്തിലുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കാനോ മറച്ചുവെക്കാനോ കഴിയില്ല. ലോകം മൗനം പാലിക്കരുത്. ഇറാനിലുടനീളം 600-ലധികം സ്കൂളുകൾ നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. 1000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും അരാഗ്ചി പറഞ്ഞു. പലസ്തീൻ, ലബനൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ മുൻകാല അതിക്രമങ്ങളിൽ രാജ്യാന്തര സമൂഹം മൗനം പാലിച്ചതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ആരോപിച്ച അരാഗ്ചി അനീതികളോട് നിസ്സംഗത തുടരുകയാണെങ്കിൽ അത് കൂടുതൽ സംഘർഷങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വഴിവെക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല, സമാധാനപരമായ പാരമ്പര്യമുള്ള രാഷ്ട്രം എന്ന നിലയിൽ സ്വയം പ്രതിരോധിക്കാൻ മാത്രമാണ് ഇറാൻ മുന്നോട്ട് വരുന്നത്. ആക്രമണങ്ങൾ തുടർന്നാൽ പ്രതിരോധവും തുടരുമെന്ന് അരാഗ്ചി പറഞ്ഞു. ഇതിനിടെ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ ആദ്യം വേണ്ടത് വെടിനിർത്തലാണ്. ഇറാനും ലെബനനുമെതിരെയുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും പൂർണ്ണമായും അവസാനിപ്പിക്കണം. ഇത് വെറും ഒരു താൽക്കാലിക വെടിനിർത്തലല്ല, മറിച്ച് ഭാവിയിൽ യുദ്ധം പുനരാരംഭിക്കില്ല എന്ന കൃത്യമായ ഉറപ്പാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച കടക്കില്ല എന്ന് ടെഹ്റാൻ ആവർത്തിക്കുന്നു. ആദ്യഘട്ടം വിജയിച്ചാൽ മാത്രമേ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് ഇറാൻ സംസാരിക്കൂ എന്നാണ് IRGCയും പറയുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിന്റെ മാനേജ്മെന്റും ഭരണവും സംബന്ധിച്ച ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര വിപണിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ഈ മേഖലയിലെ സുരക്ഷാ ചുമതല പങ്കിടുന്നതിലൂടെ മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ കഴിയുമെന്ന് ഇറാൻ കരുതുന്നു. മൂന്നാം ഘട്ട ചർച്ച ആണവ പ്രശ്നം എന്ന കടമ്പയാണ്. ഏറ്റവും ഒടുവിൽ മാത്രമേ ഇറാൻ ആണവ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യൂ. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നും ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്നുമാണ് അമേരിക്കയുടെ ദീർഘകാലമായുള്ള ആവശ്യം. എന്നാൽ ആദ്യ 2 ഘട്ടങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകൂ എന്ന നിലപാടിൽ കട്ടായ നിൽക്കുകയാണ് ഇറാൻ. ഇറാന്റെ ഈ നിർദ്ദേശങ്ങളോട് അമേരിക്ക പ്രതികരിക്കുന്നത് വളരെ കരുതലോടെയാണ്. പത്രങ്ങളിലൂടെയല്ല നയതന്ത്ര ചർച്ചകൾ നടത്തേണ്ടതെന്ന് വൈറ്റ് ഹൗസ് പ്രതികരിച്ചു. അമേരിക്കയുടെ കടുത്ത നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്കാണ് അമേരിക്കൻ ഭരണകൂടം എത്തിയിരിക്കുന്നത്. അല്ലാതെ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറായാൽ ഇസ്രയേൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്രയേൽ ഇറാന് മേൽ ഒരു അഗ്നി പെയ്യിക്കുന്നതിന് കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം തിരിച്ചു പിടിക്കാനാണ് അമേരിക്കയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അബ്ബാസ് അരാഗ്ചി പുടിനുമായി ചർച്ച നടത്തുന്നതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇസ്രയേൽ. എന്ത് തരം നീക്കത്തിനാണ്? ആയുധങ്ങൾ വാങ്ങുന്നതിനാണോ അതോ രഹസ്യ നീക്കങ്ങൾക്ക് വേണ്ടിയാണോ അബ്ബാസ് അരാഗ്ചി റഷ്യയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകൾ വഴിമുട്ടുമ്പോൾ റഷ്യയുടെ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. റഷ്യ ഇറാൻ സഖ്യം പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് വളരെ ദുർബലമായ ഒരു വെടിനിർത്തലാണ്. ഇറാന്റെ 3 ഘട്ട ഫോർമുല ഒരുപക്ഷെ സമാധാനത്തിലേക്കുള്ള വഴി തുറന്നേക്കാം. അത് അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറില്ല, ഹോർമുസിന്റെ കാര്യത്തിൽ 2ാം ഘട്ട ചർച്ചയിൽ മാത്രം തീരുമാനിക്കാം എന്നൊക്കെയുള്ള നിലപാടുകൾ ഇറാൻ സ്വീകരിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ അമേരിക്ക ഒരുക്കമല്ല. അമേരിക്ക അതിന് തയ്യാറായാൽ തടയാൻ ഇസ്രയേൽ കാത്തിരിക്കുന്നു.